നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ന്യൂസ് ബ്രേക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ വാർത്തകൾ. മണിപ്പൂരിൽ പുതിയ NDA സർക്കാർ അധികാരത്തിലേക്ക്. മുഖ്യമന്ത്രിയായി യുംനാം ഖേംചന്ദ് സിംഗ് സത്യപ്രതിജ്ഞ ചെയ്തു. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. Yumnam Khemchand Singh, do swear in the name of God that I will bear true and faith and aligned to the Constitution of India, is by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as the Chief Minister of the State of Manipur, and that I will do right to all manner of people in accordance with the Constitution and law without fear or favor, affection or ill will. നീണ്ട നാളത്തെ അക്രമ സംഭവങ്ങൾക്കും ആഭ്യന്തര സംഘർഷങ്ങൾക്കും പിന്നാലെ ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ഭരണം അതെല്ലാം അവസാനിപ്പിച്ചപ്പോൾ പുതിയ സർക്കാർ മണിപ്പൂരിൽ സത്യപ്രതിജ്ഞ അധികാരത്തിൽ ഏറിയിരിക്കുകയാണ്. യുംനാം ഖേംചന്ദ്രാണ് മണിപ്പൂരിന്റെ പുതിയ മുഖ്യമന്ത്രി. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ SIT അന്വേഷണത്തിൽ നിർണായക പരാമർശങ്ങളുമായി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. അന്വേഷണം ശരിയായ ദിശയിലെന്നും ഉദ്യോഗസ്ഥരുടെ വിശ്വാസത്തിൽ സംശയമില്ലെന്നും കോടതി പറഞ്ഞു. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കില്ലെന്നും ആശങ്കയില്ല എന്നുമാണ് കോടതിയുടെ പരാമർശം. സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം വേണമെന്ന ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് കോടതിയുടെ വാക്കാലുള്ള നിരീക്ഷണം. SITക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമെന്ന പ്രതിപക്ഷ ആരോപണത്തിനിടയിലാണ് ദേവസ്വം ബെഞ്ചിന്റെ സുപ്രധാന നിരീക്ഷണം. അതിസങ്കീർണവും അസാധാരണവുമായ കേസാണിത്. അന്വേഷണ സംഘത്തിന് കുറച്ചുകൂടി സമയം കൊടുക്കണം. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കില്ല. കേസിലെ പ്രതികൾ ആരും രക്ഷപ്പെടില്ല എന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ നൽകിയ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ പരാമർശം. ഇതോടെ പ്രതിപക്ഷ ആരോപണത്തിന്റെ മുനയൊടിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും. ജാമ്യം ലഭിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുൻ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റർ മുരാരി ബാബുവും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ട് എന്ന വിലയിരുത്തലിലാണ് ED. മുരാരി ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചുവരുത്തും. 24 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നും നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോര്. പ്രതിപക്ഷത്തിന് നേരെ ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. ഇതോടെ മന്ത്രിമാർ പ്രതിപക്ഷ നേതാവിനെതിരെ തിരിഞ്ഞു. നടുത്തളത്തിലിറങ്ങിയ പ്രതിഷേധം തുടർന്ന പ്രതിപക്ഷം പിന്നീട് സഭ ബഹിഷ്കരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം തുടരുമെന്ന് ചോദ്യോത്തരവേള തുടങ്ങുമ്പോൾ തന്നെ പ്രതിപക്ഷം നിലപാടറിയിച്ചു. പ്രതിപക്ഷം കഴിഞ്ഞ ദിവസത്തെ പോലെ ബാനറും പ്ലക്കാർഡും ഉയർത്തിയപ്പോൾ ഭരണപക്ഷത്തു നിന്നും മറുപടി പോസ്റ്റർ ഉയർത്തി. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാർ. ചോദ്യം നമ്പർ 121 എൽദോസ് പി കുന്നപ്പള്ളിയിൽ നോട്ട് ഇൻ ദ സീറ്റ്. പിന്നാലെ പ്രതിപക്ഷ നേതാവിനെതിരെ കൂട്ടത്തോടെ മന്ത്രിമാർ. ഞാൻ എന്നൊറ്റ വികാരത്തിനകത്ത് അടിപ്പെട്ട് കിടന്ന് നിലവെറ്റിയ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാറുമ്പോ എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇരട്ടത്താപ്പിന്റെ നേതാവ് കൂടിയായി മാറിയിരിക്കുകയാണ് സാർ. അതാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ എല്ലാ തോന്നിവാസങ്ങളെയും ന്യായീകരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി പ്രതിപക്ഷ നേതാവ് മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം രോഷമടങ്ങാതായതോടെ K രാജനും KN ബാലഗോപാലും കൂടി ചേർന്നു വിമർശന ബ്രിഗേഡിൽ. ഈ സമയത്തൊന്നും മുഖ്യമന്ത്രി സഭയിലുണ്ടായിരുന്നില്ല. നിയന്ത്രിക്കാൻ ശ്രമിച്ച സ്പീക്കറെയും വെറുതെ വിട്ടില്ല. സാർ, ഇത് ഒരു റൂളും വേണ്ട സംസാരിക്കാൻ. വേറെ റൂളെന്താ കാര്യം പറയുന്നതിനുണ്ട്. മന്ത്രിമാരുടെ വിമർശനത്തിന് VD സതീശൻ മറുപടി നൽകിയത് സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് വന്ന ശേഷം. 5 മന്ത്രിമാരും അതിൽ 4 പേര് വ്യക്തിപരമായി എന്നെ അധിക്ഷേപിക്കാതെ എനിക്ക് വിരോധമില്ല. കാരണം അവർ എന്നെ സഹായിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ അതിനെ എങ്ങനെ നോ പറയുന്നു? അവർ നിരന്തരമായി വ്യക്തിപരമായി തേജോവധം ചെയ്യാണ്. ആ AKG സെന്ററിലിരുന്നും മന്ത്രി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയിലിരുന്നും വ്യാപകമായി വ്യക്തിപരമായ ദുഷ്പ്രചരണം നടത്തുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള സഭയ്ക്കകത്തും പുറത്തും സജീവ രാഷ്ട്രീയ ആയുധമാക്കി നിലനിർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉയർത്തിയ പ്രതിപക്ഷം മാപ്പ് പറയണമെന്ന് മന്ത്രി P രാജീവ്. അന്വേഷണം മരവിച്ചിരിക്കുകയാണെന്നും എല്ലാ പ്രതികളും പുറത്തുവന്നാൽ കേസിന്റെ ഗതി എന്താകുമെന്നുമാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ചോദ്യം. തെറ്റിദ്ധരിപ്പിക്കുന്ന ഊഹാപോഹങ്ങളായ അടിസ്ഥാനരഹിതമായിട്ടുള്ള റിപ്പോർട്ടുകൾ വഴി SITയുടെ ഈ ശരിയായ അന്വേഷണത്തെ സമ്മർദ്ദത്തിലാഴ്ത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ആരെ കുറിച്ചാ? ഒന്നുകിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്. ഇത് മാത്രമല്ലേ
ഈ ഊഹാപോഹങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളും മരവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രതികൾ ഓരോരുത്തരായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതികൾ പുറത്തു വരുന്നതോടുകൂടി കേസ് ഏതാണ്ട് അവസാനിച്ചു എന്ന ധാരണയാണ് ഇപ്പോൾ നിലവിലുള്ളത്. തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എത്ര മാസങ്ങളായി അന്വേഷണങ്ങൾ നടക്കുന്നു. കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ പ്രമേയം പാസാക്കി നിയമസഭ. കേന്ദ്ര സമീപനം അടിയന്തരമായി തിരുത്തണമെന്ന് പ്രമേയം അവതരിപ്പിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് നിയമസഭ പ്രമേയം പാസാക്കിയത്. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ തഴഞ്ഞതിലും കേരളത്തോട് നിരന്തരം കാട്ടുന്ന അവഗണനയിലും ആശങ്ക അറിയിച്ചാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രത്യേക പ്രമേയം അവതരിപ്പിച്ചത്. സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തി ഒരു രാജ്യത്തിനും അഭിമാനത്തോടെ ഉയർന്നേൽക്കാനാവില്ലെന്ന് പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര ബജറ്റ് ഫെഡറലിസത്തെ അട്ടിമറിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി. നികുതി വരുമാനത്തിന്റെ നിലവിലെ വിഹിതം പശ്ചാത്തല സൗകര്യ വികസനത്തിന് നീക്കിവെക്കുന്ന ദീർഘവീക്ഷണത്തോടെയുള്ള നയമാണ് കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഈ നയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം സംസ്ഥാനത്തിന്റെ കമ്പോള വായ്പാ പരിധി വെട്ടിക്കുറക്കുകയാണ് യൂണിയൻ സർക്കാർ. സാമ്പത്തിക വർഷത്തിന്റെ അന്ത്യഘട്ടത്തിൽ ക്ഷേമപ്രവർത്തനങ്ങളെയും പശ്ചാത്തല വികസന സൗകര്യ ഉദ്യമങ്ങളെയും തുരങ്കം വെക്കുന്ന ഈ കേന്ദ്ര നടപടികൾ കേരളത്തോട് പുലർത്തിവരുന്ന പ്രതികാര ബുദ്ധിയുടെ തുടർച്ചയാണ് എന്നത് നിസ്തർക്കമാണ്. 2 പതിറ്റാണ്ടായുള്ള കേരളത്തിന്റെ ആവശ്യമായി എയിംസ് അനുവദിക്കണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രകൃതി ദുരന്തത്തിൽ മാനുഷിക പരിഗണന പോലും കാണിച്ചില്ലെന്നും പ്രമേയം വിമർശിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പാസാക്കിയത്. BJP വിമർശിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പ്രതിപക്ഷം പ്രമേയത്തിൽ പങ്കെടുക്കാതിരുന്നതെന്ന് മന്ത്രി MP രാജേഷ്. ഞങ്ങൾ LDF ഗവൺമെന്റിന്റെ മാത്രം പ്രതിപക്ഷമല്ല, കേരളത്തിലെ ജനങ്ങളുടെയാകെ പ്രതിപക്ഷമാണ്. ജനങ്ങളുടെ എതിർപക്ഷത്താണ് തങ്ങൾ നിൽക്കുന്നത്. BJP ഗവൺമെന്റിനൊപ്പമാണ്. കേരളത്തിനൊന്നും നൽകേണ്ടതില്ല എന്ന BJPയുടെ അഭിപ്രായം പ്രതിപക്ഷവും പങ്കുവച്ചിരിക്കുകയാണ്. പ്രമേയത്തിൽ സർക്കാർ കൂടിയാലോചനകൾ നടത്തിയിട്ടില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ മറുപടി. 24 തിരുവനന്തപുരം. ഇന്ത്യ-US വ്യാപാര കരാറിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം ഇന്നുണ്ടായില്ല. കരാറിലൂടെ രാജ്യത്തെ കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ലോക്സഭയെ അറിയിച്ചു. സഭാസ്തംഭനം ഒഴിവാക്കാൻ സർക്കാർ തലത്തിൽ തിരക്കിട്ട ചർച്ചകൾ ആരംഭിച്ചു. പാർലമെന്റിനെയും രാജ്യത്തെയും ഇരുട്ടിൽ നിർത്തിയാണ് US-യുമായി വ്യാപാര കരാറിൽ ധാരണയിൽ എത്തിയതെന്ന് ആരോപിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധം ലോക്സഭയിൽ ആദ്യ നിമിഷം മുതൽ ഉയർന്നു. കർഷകരുടെയും ക്ഷീരകർഷകരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും ഇന്ത്യയുടെ ആശങ്കകൾ പരിഗണിച്ചാണ് കരാർ സംബന്ധിച്ച് ധാരണയിലെത്തിയതെന്നും പീയൂഷ് ഗോയൽ. भारतीय पक्ष अपने संवेदनशील क्षेत्रों विशेषकर कृषि और दुग्ध क्षेत्रों के हितों की रक्षा सुनिश्चित करने में सफल रहा है. ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. മോദി കോംപ്രമൈസ്ഡ് എന്നെഴുതിയ പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. കരസേനാ മുൻ മേധാവി ജനറൽ MM നരവാനെയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിന്റെ പകർപ്പുമായാണ് രാഹുൽ ഗാന്ധി ഇന്ന് സഭയിലെത്തിയത്. ഇതിന് മറുപടിയായി BJP അംഗം നിഷികാന്ത് ദുബൈ നെഹ്റു കുടുംബാംഗങ്ങൾക്കെതിരായ പുസ്തകങ്ങൾ സഭയിൽ ഉയർത്തിക്കാട്ടി. കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. ചെയറിന് നേരെ പേപ്പറുകൾ കീറിയെറിഞ്ഞു. 5 മണിക്ക് പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം നിശ്ചയിച്ചിരുന്നെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ സഭ നാളെ 11 മണി വരെ പിരിഞ്ഞു. പിന്നാലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. സ്പീക്കർ ഓം ബിർളയുമായും അമിത്ഷാ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 24 ഡൽഹി. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. ശബരിമല ആടിയ നെയ് വിൽപ്പന ക്രമക്കേടിൽ ദേവസ്വം ജീവനക്കാരൻ അറസ്റ്റിലായിരിക്കുന്നു. സുനിൽകുമാറിനെയാണ് പത്തനംതിട്ട വിജിലൻസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ 34 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. ജിബിൻ JB തിരുവനന്തപുരത്തും ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിബിൻ, വിശദാംശങ്ങൾ. ശബരിമലയിലെ ആടിയ നെയ് വിൽപ്പനയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് അന്വേഷണം നടത്താനായി ഹൈക്കോടതിയാണ് നിർദ്ദേശിച്ചത്. ഇതിനെ തുടർന്നാണ് അന്വേഷിക്കുകയും 34ഓളം പേരെ ഈ കേസിൽ പ്രതി ചേർക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ 13ാം പ്രതിയാണ് സുനിൽകുമാർ. ഇയാൾ ഒരു കീഴ്ശാന്തിയായിരുന്നു. ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായാണ് ശബരിമലയിലേക്ക് എത്തുകയും ചെയ്തത്. അവിടെയാണ് ഈ ആടിയ നെയ് വിൽപ്പന നടത്തുന്ന കൗണ്ടറിൽ ഇയാൾ ജോലിക്ക് നിൽക്കുകയും ചെയ്തത്. അവിടെ വ്യാജ രേഖകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ ക്രമക്കേട് നടത്തിയതെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം 34 ലക്ഷം
രൂപയുടെ ക്രമക്കേട് ഇയാൾ ചട്ടവിരുദ്ധമായി നടത്തിയിട്ടുണ്ട്. ഇത് നടത്തിയ അന്വേഷണത്തിലാണ്. കാരണം ദേവസ്വം വിജിലൻസ് ആണ് ആദ്യം സുനിൽകുമാറുമായി ബന്ധപ്പെട്ട് ഈ ആടിയ നെയ് വിൽപ്പന ക്രമക്കേടിൽ സുനിൽകുമാറിന് പങ്കുണ്ട് എന്നുള്ള ഒരു കാര്യം കണ്ടെത്തുന്നത്. തുടർന്നാണ് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം എസ്പിയുടെ നേതൃത്വത്തിലുള്ള വിജിലൻസ് എസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കേസ് അന്വേഷിക്കുകയും ഇപ്പോൾ സുനിൽകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ സുനിൽകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. ശരി, 33 പ്രതികളുള്ള കേസിൽ 13ാം പ്രതിയാണ് സുനിൽകുമാർ. സുനിൽകുമാറാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ജിബിൻ ജെബിയാണ് വിശദാംശങ്ങൾ നൽകിയത്. വിവാദങ്ങൾക്കും ആകാംക്ഷയ്ക്കുമൊടുവിൽ CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുൻ അംഗം വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം നേതൃത്വത്തെ അണികൾ തിരുത്തണം വായനക്കാരുടെ കൈകളിലേക്ക്. പയ്യന്നൂരിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. താൻ ഉന്നയിച്ച ഒരു വിഷയത്തിനും മറുപടി പറയാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്ന് വി കുഞ്ഞികൃഷ്ണൻ ആവർത്തിച്ചു. പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് ക്രമക്കേടിൽ MLA TI മധുസൂദനെതിരെ കൂടുതൽ തെളിവുകളും വെളിപ്പെടുത്തലുകളും അടങ്ങിയതാണ് 16 അധ്യായങ്ങളുള്ള വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം. CPIM പ്രതിഷേധങ്ങൾക്കിടയിലും പരിപാടിയിലേക്ക് 100 കണക്കിന് പേരെത്തി. പുസ്തക പ്രകാശന ചടങ്ങിലും പാർട്ടി നേതൃത്വത്തിനെതിരെ കുഞ്ഞികൃഷ്ണൻ ആഞ്ഞടിച്ചു. ഉന്നയിച്ച വിഷയങ്ങളിൽ മറുപടിയില്ലാത്തതുകൊണ്ടാണ് പ്രകോപനം. തനിക്കെതിരെ അസത്യം പ്രചരിപ്പിക്കുകയാണെന്നും കുഞ്ഞികൃഷ്ണൻ. യഥാർത്ഥത്തിൽ ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടി പറയാനില്ലാത്തതുകൊണ്ടാണ് ഈ നിലയിൽ പ്രകോപനമുണ്ടാക്കാനും അക്രമങ്ങൾ സംഘടിപ്പിക്കുന്ന നിലയിലേക്ക് മുന്നോട്ടു പോകാനും സന്നദ്ധമാകുന്നത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ജോസഫ് C. മാത്യു VS അനിൽകുമാറിന് നൽകി പുസ്തകം പ്രകാശനം ചെയ്തതോടെ സദസ്സിൽ മുദ്രാവാക്യമുയർന്നു. പുസ്തകം വാങ്ങാനും വൻ തിരക്കായിരുന്നു. LDFന്റെ വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ കണ്ണൂരിൽ പര്യടനം തുടരുമ്പോഴാണ് കുഞ്ഞികൃഷ്ണൻ വിവാദ പുസ്തകത്താളുകൾ ജനങ്ങൾക്കു മുന്നിൽ തുറക്കുന്നത്. അതേസമയം രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക് വരും ദിവസങ്ങളിൽ CPIM അവതരിപ്പിക്കും. 24 കണ്ണൂർ. സമുദായ ഐക്യ നീക്കത്തിൽ SNDP യോഗത്തിന് വീണ്ടും തിരിച്ചടി. NSS SNDP ഐക്യം പ്രായോഗികമാകുമെന്നും ചർച്ചകൾ തുടരുമെന്നും SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചതിന് പിന്നാലെ എതിർപ്പ് പരസ്യമാക്കി NSS ജനറൽ സെക്രട്ടറി രംഗത്തെത്തി. ഐക്യം അടഞ്ഞ അധ്യായമെന്ന് ആവർത്തിച്ച G. സുകുമാരൻ നായർ SNDPക്ക് രാഷ്ട്രീയ ലക്ഷ്യമാണെന്നും കുറ്റപ്പെടുത്തി. കഴിഞ്ഞയാഴ്ച ചേർന്ന SNDP യോഗം വിശാല കൌൺസിലായിരുന്നു സമുദായ ഐക്യത്തിന് അംഗീകാരം നൽകിയത്. NSSുമായുള്ള ഐക്യചർച്ചകൾക്ക് തുഷാർ വെള്ളാപ്പള്ളിയെ നിയോഗിച്ചതും കൌൺസിൽ തന്നെ. NSS ഐക്യത്തിൽ നിന്ന് പിന്മാറിയ ശേഷമുള്ള ആദ്യ കൌൺസിൽ യോഗമാണ് ഇന്ന് ആലപ്പുഴയിൽ ചേർന്നത്. ഐക്യനീക്കത്തിൽ നിന്ന് പിന്മാറേണ്ടതില്ലെന്നും NSSനെ വീണ്ടും സമീപിക്കുന്നതിൽ തെറ്റില്ല എന്നും കൌൺസിൽ വിലയിരുത്തി. SNDPക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്ന് NSSനെ ബോധ്യപ്പെടുത്തണമെന്നും ആവശ്യമുയർന്നു. ഐക്യമുണ്ടാകുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി ആവർത്തിച്ചു. SNDP സംബന്ധിച്ചോളം ഞങ്ങളുടെ നയവും ലക്ഷ്യവും ഉദ്ദേശവും എല്ലാം ഈ പറയുന്ന ഐക്യം തന്നെയാണ്. ഒരിക്കലും ഐക്യത്തിന്റെ ബാധ അടയുന്ന പ്രശ്നമേ ഇല്ല. തുഷാറിന്റെ പ്രതികരണത്തിന് പിന്നാലെ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരും മാധ്യമങ്ങളെ കണ്ടു. എതിർപ്പുകൾക്കിടയിലും SNDP യോഗത്തിനുള്ള പ്രതീക്ഷയെ NSS തള്ളി. പെരുന്നയിൽ മഞ്ഞുരുക്കമില്ല. പൊതുവായിട്ട് ബാധിക്കുന്ന പ്രശ്നമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് അന്നേരം ഞങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അതിന് ഐക്യം ആവശ്യമില്ല. ഐക്യ ചർച്ചകൾക്ക് NDA കൺവീനർ കൂടിയായ തുഷാർ വെള്ളാപ്പള്ളിയെ നിയോഗിച്ചതോടെയാണ് NSS പിന്മാറിയത്. ഐക്യത്തിൽ SNDPക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും NSS കുറ്റപ്പെടുത്തുന്നു. 24 ആലപ്പുഴ. തൃശൂർ പീച്ചി മയിലാടുംപാറയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. മരിച്ച ഷിജോയുടെ മൃതദേഹവുമായി പട്ടിക്കാട് ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിലാണ് പ്രതിഷേധിച്ചത്. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പൊതുപ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഷിജോയുടെ കുടുംബവുമായി ആശയവിനിമയം നടത്തി. അടിയന്തര നഷ്ടപരിഹാരമായി 4 ലക്ഷം രൂപ നാളെ തന്നെ കുടുംബത്തിന് കൈമാറുമെന്ന DFIയുടെ ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇന്നലെയാണ് ആടിനെ മേയ്ക്കാനായി പോയ ഷിജോ വനമേഖലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സംഗീത സംവിധായകൻ SP വെങ്കടേഷിന് വിട നൽകി സംഗീത ലോകം. ചെന്നൈ പോരൂർ വൈദ്യശ്മശാനത്തിൽ സംസ്കാരം നടന്നു. മകൻ സുകുമാർ അന്ത്യകർമ്മങ്ങൾ നടത്തി. പ്രമുഖർ ഉൾപ്പെടെ ഒട്ടേറെ പേർ SP വെങ്കടേഷിന് ആദരാഞ്ജലി അർപ്പിച്ചു. അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം SPVക്ക് സംഗീതാഞ്ജലിയും അർപ്പിച്ചു. SIR നടപടികളിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് രാജ്യസഭയിൽ കമൽഹാസന്റെ പ്രസംഗം. ജീവിച്ചിരിക്കുന്ന ശവങ്ങളുടെ നാടായി ബീഹാർ മാറി. തമിഴ്നാട്ടിലും 1 കോടിയിലധികം ജീവിക്കുന്ന ശവങ്ങളുണ്ട്, ഉടനുണ്ടാകും. ഈ അവസ്ഥ രാജ്യവ്യാപകമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുകയാണെന്നും കമൽഹാസൻ കുറ്റപ്പെടുത്തി. As it is, Bihar has become a land of many living dead. We don't want this disease to spread across the country. My Didi from Bengal also lamented the same at the EC office.
EC is. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.